യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകളെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനുള്ള പ്രോജക്ട് ഫ്രീഡം എന്ന ഓപ്പറേഷൻ താൽക്കാലികമായി നിർത്തിവെച്ചു. ഇറാനുമായുള്ള സമാധാന ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടായതിനാലാണ് ഈയൊരു തീരുമാനമെന്ന് അദ്ദേഹം അറിയിച്ചു. തെക്കൻ ലെബനനിലെയും പടിഞ്ഞാറൻ ബെക്ക മേഖലയിലെയും 12 പട്ടണങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും ഉടനടി ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ സൈന്യം അടിയന്തര ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. താമസക്കാർ വീടുകളിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ മാറി തുറസായ സ്ഥലങ്ങളിൽ അഭയം തേടണമെന്നാണ് ഇസ്രയേൽ സൈന്യം പറയുന്നത്. ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ശക്തമായ ആക്രമണം നടത്താൻ പോകുന്നതിനാലാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഹന്ത വൈറസ് പടർന്നു പിടിച്ചതിനെ തുടർന്ന് യാത്രക്കാർ മരിക്കാനിടയായ ആഡംബര കപ്പലിന് സ്പെയിനിലെ കാനറി ഐലൻഡ്സിൽ അടുക്കാൻ സ്പെയിൻ സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നു. കപ്പലിലുള്ളവരെ പ്രത്യേകം സജ്ജമാക്കിയ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും പരിശോധനകൾക്ക് ശേഷം സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുകയും ചെയ്യും. പ്രാദേശിക ജനങ്ങളുമായി സമ്പർക്കം ഉണ്ടാകാതിരിക്കാൻ കർശന ജാഗ്രത പാലിക്കുമെന്നാണ് സ്പെയിൻ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്. ചൈനയിലെ ഹുനാൻ പ്രവിശ്യയിലുള്ള പടക്ക നിർമ്മാണ ശാലയിലുണ്ടായ അതിശക്തമായ സ്ഫോടനത്തിൽ 26 പേർ കൊല്ലപ്പെടുകയും 61 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊളംബിയയിലെ കുന്തിനാമാർക്ക പ്രവിശ്യയിലുള്ള കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ 9 തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. ബ്രിട്ടനിൽ നാളെ ലോക്കൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. നാളത്തെ തിരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പരാജയം നേരിടുകയാണെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന ലേബർ പാർട്ടിയുടെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്ററായ കെയർ സ്റ്റാമറിന് വലിയ തിരിച്ചടി ഉണ്ടാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഭരണകക്ഷിക്കുള്ളിൽ നിന്ന് തന്നെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിനെതിരെ ഒരു നീക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. സിറി AI സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ആപ്പിൾ കമ്പനി $250 ദശലക്ഷം നഷ്ടപരിഹാരം നൽകാൻ ധാരണയായിരിക്കുന്നു. 2024 ആപ്പിളിന്റെ വാർഷിക സോഫ്റ്റ്വെയർ ഡെവലപ്പർ കോൺഫറൻസിൽ തങ്ങളുടെ വെർച്വൽ അസിസ്റ്റന്റായ സിറിയിൽ വിപ്ലവകരമായ AI മാറ്റങ്ങൾ വരുത്തുമെന്ന് ആപ്പിൾ പ്രഖ്യാപിച്ചിരുന്നു. iPhone 16 പുറത്തിറക്കിയ സമയത്ത് വാഗ്ദാനം ചെയ്തിരുന്ന ആപ്പിൾ ഇന്റലിജൻസ് ഫീച്ചറുകൾ ലഭ്യമാക്കാൻ വൈകിയതും സിറിക്ക് പറഞ്ഞിരുന്ന അത്രയും കാര്യക്ഷമത ഇല്ലാഞ്ഞതും ഉപയോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചു എന്നതായിരുന്നു പ്രധാനപ്പെട്ട പരാതി. 2024 2025 തുടക്കത്തിലും iPhone 16 സീരീസ് ഫോണുകൾ വാങ്ങിയ അമേരിക്കയിലെ ഉപയോക്താക്കൾക്കാണ് നിലവിൽ ഈ ഒരു ആനുകൂല്യം ലഭിക്കുക.